ഹായ് ചങ്കളെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോണത് ഞാനിവിടെ സൗദി അറേബ്യയിൽ ഫസ്റ്റ് ജോലിക്ക് വന്ന വീട്ടിലെ ഒരു അനുഭവമാണ് കേട്ടോ. ഇത് എല്ലാവരും കേൾക്കണം, പ്രത്യേകിച്ച് പുതിയ വിസയിൽ ഹൗസ് ഡ്രൈവർ വിസയിൽ ഉള്ളവരും പഴയ ഇവിടെ നിലവിലുള്ളവരും എന്തായാലും ഇത് കേൾക്കണം കേട്ടോ. ഇനി എന്ത് ജോലി ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയിക്കണം. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചങ്കള, ഞാൻ ആദ്യം ഹൗസ് ഡ്രൈവർ വിസയിൽ വന്നത് ജിദ്ദയിലൊരു വീട്ടിൽ കേട്ടോ. സാധാരണ വരുന്ന പോലെ വന്നു, ഇക്കാമ കിട്ടി, ലൈസൻസ് കിട്ടി, ഡ്യൂട്ടി തുടങ്ങി. 2 മാസമായി കാണും ഡ്യൂട്ടി തുടങ്ങിയിട്ട്. 2 മാസമായി ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ യാത്ര പോണ്, അവരെ ഇറക്കണ്, വണ്ടി ക്ലീൻ ചെയ്യണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇവർ തിന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിലിരുന്ന് കഴിക്കുന്ന വേസ്റ്റുകൾ, ശരിക്കും ഈ ബർഗറിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കീസിലൊക്കെ ചുരുട്ടി 2 സൈഡിലും വെക്കും. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ ഇറങ്ങിപ്പോയാൽ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നേരെ വേസ്റ്റ് കൊണ്ടുവരും. ഇതിങ്ങനെ തുടർന്ന് പോവാം. ഒരു ദിവസം അതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ ഒക്കെ പാടെ ഞാൻ പെറുക്കിയൊരു കീസിലിടാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കനം പോലെ തോന്നി. ഭാഗ്യത്തിന് നോക്കിയാണ്. കാരണം നമ്മൾ ഈ ഓട്ടം വന്ന് നാട്ടിൽ വന്നൊരു ക്ഷീണവും ഉണ്ട്, നാട്ടിൽ വന്ന ഒരു ടെൻഷനും ഒക്കെ പാടായിട്ട് ഇങ്ങനെ ഒരു മൈൻഡ് വേറെ ലെവലായിരിക്കും. പുതിയതായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ മൈൻഡ് മാറരുത്. നമ്മൾ ഏതായാലും അധ്വാനിക്കാൻ വരുന്നതാണ്. ഇവിടെ വന്നാൽ 2 വർഷം നിൽക്കണം മിനിമം, അല്ലെങ്കിൽ 1 വർഷം, എന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ മൈൻഡ് വിടുക. ഫസ്റ്റൊക്കെ എനിക്കുണ്ടായ അനുഭവം ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കും, പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ വിഷയം പോട്ടെ. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, ഇതെടുത്ത് ചൂട്ടി കീസിലിടും, നേരെ കൊണ്ടുപോയി ത്രാഷിലിടും. ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഒരു വലിയ ബെർമില വെക്കൽ, വലിയ ടാങ്ക് പോലത്തെ സാധനം, പെട്ടി, അതിൽ കൊണ്ടുപോയാണ് വേസ്റ്റ് ഇടൽ. ആ വേസ്റ്റിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ വേസ്റ്റിൽ നിന്ന് പെറുക്കി ജീവിക്കണവരൊക്കെ ഉണ്ട്, കാർട്ടൂൺ, ഇരുമ്പ് കാര്യങ്ങളൊക്കെ, അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഈ വേസ്റ്റിൻ്റെ ഒരു കമ്പിൻ്റെ സൈഡിൽ തൂക്കും. നല്ല റൊട്ടിയും കാര്യങ്ങളൊക്കെ. നമ്മൾ കരുതും ഇതാരെങ്കിലും കഴിക്കുമെന്ന്. അത് കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇവർക്ക് അറിയാത് ഭക്ഷണമാണ്, നല്ല ഭക്ഷണം അവരങ്ങനെ കൊണ്ടുപോയി തൂക്കിയിടും. ചോറ് കാര്യങ്ങളൊക്കെ ഓവണിൽ വെച്ച് ചൂടാക്കിയിട്ടൊക്കെ തൂക്കിയിടും, ഈ റൊട്ടികളൊക്കെ തൂക്കിയിടും. അപ്പോൾ അത് കൊണ്ടുപോയി കഴിക്കണവരുണ്ട്, അത് വേറെ വിഷയം. ഏതായാലും ഞാൻ ഈ കീസൊക്കെ എടുത്ത് ഇങ്ങനെ കീസിലിടുമ്പോഴാണ് പെട്ടെന്നൊരു കനം പോലെ തോന്നിയപ്പോൾ ഞാൻ നോക്കി. കീസ് നോക്കുമ്പോൾ ഒരു കെട്ട് പൈസയാണ്. അതിൽ ഞാൻ പെട്ടെന്നൊന്ന് ടെൻഷനായി. കാരണം ഞാനിത് നോക്കാതെ നേരെ ഈ ത്രാഷിൽ കൊണ്ടുപോയിട്ടിങ്ങനെ എന്താവും സ്ഥിതി ഒന്ന് ആലോചിച്ച് പോയി. പിന്നെ ഏതായാലും ആ പൈസയുടെ കീസ് അവിടെ മാറ്റിയിട്ട് ഞാൻ മറ്റേ ഇതൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടു, നേരെ വന്നു, പൈസ ബോക്സിലോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ മാഡത്തിന് വിളിച്ചു, മാഡം ഇങ്ങനെ പൈസ ഉണ്ടല്ലോ വണ്ടിയിൽ, ആരുതാന്ന് ചോദിച്ചു. അതിലിങ്ങനെ പൈസ ഉണ്ടോ, എനിക്കറിയില്ല, എന്നാ ചിലപ്പോൾ ടീച്ചർ തേക്കാൻ. അങ്ങനെ ആയിക്കോട്ടെ, നീ അവിടെ വെച്ചോ പറഞ്ഞു. ഞാൻ അവിടെ വെച്ചു. പിന്നെ 1 or 2 ദിവസം അങ്ങനെ വെച്ചിരുന്നു. ഒരു ഫ്രൈഡേയും സാറ്റർഡേ തോന്നുന്നു, ലീവുള്ള ദിവസമാണ്. കയ്യിൽ വെച്ചു. ഞായറാഴ്ച ഡ്യൂട്ടിക്ക് വന്നു, മാഡം കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം പൈസ അവിടെ ഉണ്ട്. അല്ല, അവിടെ വെച്ചോ, ടീച്ചർക്ക് കൊടുത്താൽ മതി. ഈ ട്യൂഷന് വരുന്ന ടീച്ചറാണ്, ഒരു മിസിരിയാണ്. അതിങ്ങനെ ട്യൂഷന് വരും, 2 മണിക്കൂർ 1 മണിക്കൂർ ക്ലാസ് എടുക്കും, തിരിച്ച് ഞാൻ കൊണ്ടുവിടും. അങ്ങനെയാണ്. ടീച്ചർ വന്നു. ടീച്ചർ വന്നേക്ക് ഞാൻ പറഞ്ഞു, ഇറങ്ങി പോകുമ്പോൾ ടീച്ചറെ ഇതാണ് ക്യാഷാണ് പറഞ്ഞു. കൊടുത്തപ്പോൾ പറഞ്ഞു, ക്യാഷോ, എന്ത് ചോദിച്ചു, എന്ന് പറഞ്ഞു. പിന്നെ മേടിച്ചു പോയി. അപ്പോൾ പിന്നെ ആ സംഭവം കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നവർക്ക് നല്ല കാര്യമാണ്, ഭയങ്കര ഒരു അടുപ്പായി. എന്നെ ചേർത്ത് നിർത്തി. എല്ലാ സഹായവും പറഞ്ഞാൽ ഭക്ഷണമൊന്നും അവർ ഒറ്റയ്ക്ക് കഴിക്കൂല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങനെ ചിലവരൊക്കെ മണിക്കൂർ കണക്കിന് കൊണ്ടിടും. അവരങ്ങനെ കയറി മുളുങ്ങിപ്പോരുക എന്ന് പറഞ്ഞാൽ കഴിച്ചു പോരും. ഇതിങ്ങനെ വെള്ളവും പുല്ലുമില്ലാതെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. അത് പിന്നെ ഇവർ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്യാഷ് തരും, അല്ലെങ്കിൽ ഇവരെ കൂടെ കയറ്റും. VIP ഹോട്ടലിൽ വരെ കയറ്റും. അത്ര സ്നേഹമുള്ള മേഡമായിരുന്നു കേട്ടോ. ഈ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് പരീക്ഷണമായിരുന്നു എന്നാണ്. എന്നെ പരീക്ഷിച്ചു, ഞാൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ഏതായാലും അങ്ങനെ ചേർത്ത് നിർത്തും എല്ലാ കാര്യങ്ങളും. കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. എന്നാലോ എക്സ്ട്രാ ഓട്ടങ്ങളൊക്കെ വരുമ്പോൾ
അതിനുള്ള എന്തെങ്കിലും ചില്ലറകളൊക്കെ തരും. കാരണം ഇവർ എന്നെ വിളിക്കാൻ കാരണം എന്താ, ഇവർക്ക് വിശ്വാസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കൂടും. കാരണം ഈ രാത്രി ഓട്ടം കാര്യങ്ങളൊക്കെ കൊച്ചു പിള്ളേരെ വരെ നമ്മളെ വിടുക. അപ്പം കുട്ടികളൊക്കെ ഇവരങ്ങനെ ഒറ്റക്കൊന്നും വിടൂല, എൻ്റെ കൂടെ എല്ലാവരും വിടും. കാരണം ഈ വിശ്വാസത്തിലായല്ലോ. അതുകൊണ്ട് എനിക്ക് ഓട്ടം കൂടി. എന്നാലും അതിനുള്ള മെച്ചം ഉണ്ടെങ്കിൽ വെച്ചാൽ പട്ടിണിക്ക് ഇടൂല, ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് തരും, അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ കോലത്തിലൊക്കെ ഇവർ പരീക്ഷിക്കും. നമ്മളിങ്ങോട്ട് അധ്വാനിക്കാൻ വരുന്നത് നമുക്ക് പറഞ്ഞൊരു സാലറി ഉണ്ടാവും, അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് പോവുക. ഇവരെ പൈസ എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിന് വെട്ടാനോ പിടിക്കാനോ ഡീസലിൽ നിന്ന് വെട്ടാൻ, ചിലവരൊക്കെ ഡീസൽ അടിച്ച് വെട്ടുന്ന ആളുകളുണ്ട്. അതൊന്നും നമുക്ക് ബാക്കി ഉണ്ടാവില്ല. അതൊക്കെ വേറെ വഴിക്ക് തിരിച്ചു പോകും. നമ്മൾ മാന്യമായി ജോലി ചെയ്യുക. ഇവർക്ക് ജോലി നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഇവർ ജോലിക്ക് വന്നില്ല, ആ ജോലി ഡീസൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മെച്ചം. ആ വീട്ടിൽ നിന്ന് ഞാൻ പോയേക്കാം 5 വർഷം ഞാൻ തുടർച്ചയായി അവിടെ ജോലി ചെയ്തു. ഫസ്റ്റ് 2 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 9 മാസത്തിന് ടിക്കറ്റ്, നല്ല കാര്യമായിരുന്നു. പക്ഷെ എനിക്കെന്തോ പിന്നെ 5 വർഷത്തോളം നിന്ന് പിന്നെ ഫാമിലിയുടെ കൂടെ നിൽക്കണം പറഞ്ഞപ്പോൾ ഞാൻ എക്സിറ്റിൽ പോയത്. എന്നിട്ടും അവിടെ ഒരു മലയാളി ഉണ്ട്, 5-8 വർഷമായിട്ട് ഇപ്പോൾ അവൻ അവിടെ തന്നെ. പിന്നെ ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടൊക്കെ ഉണ്ടാവും. നമ്മളൊരു വീട്ടിലും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ വീട്ടിലെങ്ങനെയാണ്, എന്തായാലും ഒന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ മക്കളും ഭാര്യയും, അല്ലെങ്കിൽ ഭർത്താവും മക്കളും, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തട്ടുമുട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വീടാകുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഹൗസ് ഡ്രൈവറിലും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓവറായിട്ട് ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ ആകണ്ട. ഇവർ ഇന്നടിച്ചാൽ നാളെ ചിരിക്കും, സലാം പറഞ്ഞു വരും. അങ്ങനത്തെ ഒരു ടീമാണ്. മനസ്സിൽ വെക്കില്ല, നമുക്കാണ് ബാക്കിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വിഷയം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ടോ. ഇപ്പോൾ പഴയ പോലെയല്ല, ക്യാമറകളുണ്ട്, GPS ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതേപോലെ ഒരാളെ പരീക്ഷിച്ചിട്ട് കുടുങ്ങി അവനെ എക്സിറ്റ് അടിച്ച് വിട്ട ചരിത്രം വേറെ ഉണ്ട്, ഇതേ വീട്ടിൽ നിന്ന് കേട്ടോ. അത് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, ബായ്.